ആരും വന്ന് തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ അടുത്തോട്ട് ആരും വരുന്നില്ല. അല്ലല്ല, ആരെങ്കിലും വരുമോ നോക്കാം. വരുമല്ലേ? ഒരാൾ പോലും വരുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഇന്ന ദിവസം വന്നു. നമസ്കാരം. ഞാൻ ഒരു ഐറ്റത്തെയും കൊണ്ടാണ് ഇരിക്കുന്നത്. ഭയങ്കര പാടാണ് കണ്ടിട്ട്. മലയാള സിനിമയിലും ഇപ്പം ഡേറ്റും ഇല്ല, എല്ലാവർക്കും പാടാണ് കണ്ടിട്ട്. നമ്മളിങ്ങനെ രക്ഷാധികാരി ബൈജു എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞ മാസം, ഈ മാസം ഗോദ അഡ്വഞ്ചേഴ്സ് ഫോമിൽ അപ്പം അതൊക്കെ തിയേറ്ററുകളിൽ രാമൻ്റെ ഏതെന്തോട്ടം സിനിമകളിൽ ഇറങ്ങുന്നത് നല്ലതായിട്ട് റിസീവ് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് എൻകറേജ്മെൻ്റാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റെയർ പീസിനെ അടുത്ത് കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരെയും ഒന്ന്, കാര്യം അല്ലാതെ എഫ് ബി കൊണ്ടുണ്ടോ അന്ന് ഇഷ്ടമല്ല. അപ്പോൾ വെച്ച് ഒന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ ഗൂഢാലോചനയുടെ സെറ്റിലാണ്. ധ്യാനിൻ്റെ പടം. ധ്യാൻ അഭിനയിക്കുന്ന ശ്രീനാഥ് ബാസി, ഹരീഷേട്ടൻ, ഞാൻ, പിന്നെ അലൻസിയറേട്ടനൊക്കെ ഉള്ള കോഴിക്കോടാണ്. ഒരു ബാങ്കിൻ്റെ ഷൂട്ട് നടക്കുകയാണ്. ചെറിയ ഗ്യാപ്പുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ നോക്കാം. റിച്ചോ, അജു ബ്രോ, ഹൈ. എല്ലാവരും സിനിമ കണ്ടോ? ഗോദയും ഓമനക്കുട്ടനും രക്ഷാധികാരി ബൈജുവും രാമൻ്റെ ഏന്തോട്ടവും തിയേറ്ററുകളിൽ നന്നായി തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫാമിലി ആയിട്ട് പോയി നിങ്ങളെ വെക്കേഷൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ടൈം, ഞാൻ കഷ്ടപ്പെട്ട് പറയുന്നത് ഇങ്ങനെ ഒറ്റ കോഴിക്കോട് ഭാഷ വേർഡിൽ അത് ഡീൽ ചെയ്യുന്നത്. എന്തെങ്കിലും പറയും. ഇത് നിങ്ങളോട് ചോദിക്കും. ഉറക്കെ പറ. അതെ, ഇപ്പൊ അറ്റ് എ ടൈം 3-4 പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബിജുവിന്റെ കൂടെ അല്ലേ ഷെർലക് ടോംസ്, പിന്നെ കഴിഞ്ഞ ഏതാ അത്, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് മമ്മൂക്കാന്റെ സിനിമാക്കാരൻ, ചങ്സ്, കുറച്ച് പടങ്ങൾ, കുറച്ചല്ല കുറേയേറെ പടങ്ങൾ. അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ നിങ്ങളുടെ കമൻസിന് നമ്മൾ റിപ്ലൈ തരാം, അത് ശ്രദ്ധിക്കുകയാണ്. ഹായ് ഹരിപ്രസാദ്. ജിതിൻ, ഗൂഢാലോചന നന്നായി പോണു. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡേറ്റ് പറയാം കേട്ടോ, പിന്നെ പറയാം. അത് പ്രൊഡ്യൂസറോടും ഡയറക്ടറോട് ചോദിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. നമസ്കാരം ഒമർക്ക. ഡേ ജംഗ്സിന്റെ ആളെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഡേ ഒമർ. താങ്ക് യു ഹരി. എവിടെ ഇറങ്ങിയില്ല? മുഹമ്മദ് ഷക്കീൽ എവിടെ നിന്നാണ്? എനിക്കൊന്ന് ഔട്ട്സൈഡ് കേരള ആയിരിക്കും അല്ലേ? ദുബായിൽ നാളെ തൊട്ടാണ് ഗോദ റിലീസ് ചെയ്യണേ. രക്ഷാധികാരി ബൈജുവിടെ റിലീസ് ഓൾറെഡി ചെയ്തു. ഹായ് ഷാബിൽ. ഹായ് സുധീഷ്. ഓക്കെ അളിയ ഷാബിലെ, ഉഷാറാവട്ടെ. ബൾബേ, രക്ഷാധികാരി ബൈജു ഇന്നലെ കണ്ടു, സൂപ്പർ. ആശിഷ് രവീന്ദ്രൻ, താങ്ക് യു മൈ ഡിയർ. ആശിഷാണ് നമ്മുടെ ദുബായിലെ ജേക്കബിൻ്റെ സമയത്ത് ആർട്ട് അസിസ്റ്റൻ്റ് ആയിരുന്നു. നമ്മുടെ ചങ്കു ബ്രോയാണ്. കുട്ടു അളിയ, പ്രക്ഷോഭ്. ഇതിപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർ മാത്രമുള്ളല്ലോ, പുതിയതായിട്ട് ആരും ഇല്ലല്ലോ. എല്ലാം പരിചയം. അഭി അളിയ, അഭിഷേക് എൻ്റെ കൂടെ കോളേജിൽ നമ്മൾ ഹോസ്റ്റലിലെല്ലാം ഒരുമിച്ചായിരുന്നു. ബിനിച്ചേട്ടാ നമസ്കാരം. ബൾബേ ഓക്കേടാ, താങ്ക് യു. ഗൂഢാലോചന തകർക്കട്ടെ. താങ്ക് യു അളിയ. ആർ ജെ അപ്പുണ്ണി, താങ്ക് യു അപ്പുണ്ണി. ഒരാളെ ഞാൻ കൊണ്ടിരുത്താം. സർപ്രൈസ്. ഡൈവേഷ് ബോയ്സ്, റോയേഷ് ബോയ്സ്. ഒരാളിത് ബിസിയാണ്, ഒന്ന് പാൻ ചെയ്തോളൂ. ക്യാമറമാൻ. മോനെ ടിജോയോ അജു അല്ലേ എൻ്റെ പേര്? അളിയ പ്രക്ഷോഭ നമസ്കാരം. രക്ഷാധികാരി ബൈജുവിൽ ചേട്ടന്റെ മികച്ച അഭിനയം. അഡ്വഞ്ചേഴ്സ് ഓമനക്കുട്ടൻ കലക്കി, അച്ചേട്ടനും കലക്കി. താങ്ക് യു. ഒമർക്ക. ചങ്ക് പൊളിക്കൂ ബ്രോസ്. ചങ്ക് പൊളിക്കൂ ബ്രോ. അങ്ങോട്ട് അളിയ സുഖല്ലേ? ബിനു ചേട്ടനാ? ഹായ് മച്ചാൻ. ഇത് എല്ലാരും ഉണ്ട്.
ഒന്ന് ബാക്കിലോട്ട് പാൻ ചെയ്തു പ്ലീസ് ജോയിൻ കുറച്ചും കൂടി അകത്തോട്ട് അല്ല പ്ലീസ് എനിക്ക് കാണാനല്ലോ ഇനി ഇങ്ങോട്ട് വരും ഇനി ഒന്ന് അളിയാ ഒന്ന് ക്ലോസ് ആയിട്ട് ബാസി ബോയ് ആൻഡ് ദാനളിയ പ്രക്ഷോഭ് പോസ്റ്റർ ഞാൻ വെയിറ്റ് വാട്സാപ്പ് പോസ്റ്റർ ഈ നാളെ റിലീസ് തേർഡ് വേൾഡ് ബോയ്സ് നാളെ അല്ലല്ലോ 25th സച്ചിൻ ശ്രീനാഥ് ബാസി ജോണി ഡെപ്പ് പൈററ്റ്സ് ഓഫ് കരീബിയൻ സച്ചിൻ ആൻഡ് തേർഡ് വേൾഡ് ബോയ്സ് നാളെ റിലീസ് ആണ് പുതിയ ഡേറ്റ് ഉണ്ടെങ്കിൽ പറയാൻ കുറേ ചോദിക്കുന്നത് എന്നിട്ട് വേണം കാശുണ്ടാക്കാൻ ബിജു കണ്ടു നല്ല ഫീൽ ഗുഡ് മൂവി കുറേ സീനിൽ എന്തോ നമ്മുടെ നാട്ടുകാരെ താങ്ക് യു വിഷ് യു ദ ബെസ്റ്റ് ഒരു ഹായ് പറയാമോ രഞ്ജിത്ത് ശങ്കർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇച്ചിരി ഈ പറഞ്ഞ പോലെ ഡിലേ ഉണ്ട് നമുക്ക് നിങ്ങളുടെ കമൻസ് വരുന്നതിൽ പക്ഷെ ഏതായാലും കുറേ നാൾക്ക് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ആൻമറി ഇറങ്ങിയ സമയത്താണ് ലൈവ് പോയത് ഇത് ഈ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട് അത് ഇടയ്ക്ക് പ്രേക്ഷകരിൽ എത്താൻ ഉപയോഗിക്കാം സിനിമ മാത്രം അഭിനയിച്ചാൽ പോരാ ചാനലിലും പോവില്ല ഇവർക്ക് കാണണമെന്ന് ആഗ്രഹമില്ലേ നിങ്ങളൊക്കെ ഇല്ലേ ആഗ്രഹമില്ലേ ധ്യാൻ എങ്ങനെ ഉണ്ട് കല്യാണ ജീവിതം ബിൻചേട്ടനാ ചോദിച്ചേ ബിനുചേട്ടൻ ബിജുചേട്ടൻ അവര് നല്ല രസമായിട്ട് പോണു അതായത് ഈ ഞാൻ പറയുന്നില്ല ബാസിച്ചേട്ടോ ഗിറ്റാറൊക്കെ വെച്ചൊരു പാട്ടങ്ങ് പാടി പൊളിക്കേ ഫുൾ ടീം ഉണ്ടല്ലോ ഗൂഢാലോചന അപ്പൊ തകർക്കും താങ്ക് യു ചേതൻ താങ്ക് യു ഷാദെ നമസ്കാരം അജുജി ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട് ഒരിക്കലും ഇല്ല ഉള്ള പണി കളയാനുള്ള പണിയാണല്ലേ ഇല്ലില്ല ഒരിക്കലും അത് ഡെക്കത്തിലിൽ നിന്ന് എടുത്ത ഹെഡ് ബാൻഡ് അല്ല ഇത് കോസ്റ്റ്യൂമിലെ ചേട്ടൻ കുറെ നാളായല്ലോ ലൈവ് അതെ ലൈവ് വെറുതെ വന്നിട്ട് കാര്യമില്ലല്ലോ ഏതെങ്കിലും പടം ഓടുമ്പോൾ വന്നിട്ടല്ലേ കാര്യമുള്ളൂ പടം മോശമാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തെറി പറയുള്ളൂ താങ്ക് യു അജു അയ്യോട്ടാ ഡാൻ ചേട്ടാ രഞ്ജിത്തേട്ടനല്ല ഇത് ഹരീഷ് ചേട്ടനാ പേര് പറഞ്ഞു പോയി കേട്ടോ ഇത് ഹരീഷ് ചേട്ടനാണ് നരേഷ് നമസ്കാരം ഗോദ മൈസൂർ റിലീസ് ചെയ്യും ഉറപ്പായിട്ടും ചെയ്യും ബേസിലും എൻ്റെ പ്രൊഡ്യൂസേഴ്സ് E4ഉം ടൊവിയും ഒക്കെ മൈസൂർക്ക് പോയി കഴിഞ്ഞിട്ടില്ല ലവകുശ കോമഡിയാണോ അജുവേട്ടാ കോമഡിയാണ് ശ്രമിച്ചേക്കണേ നിങ്ങൾ പറയണോ അത് കോമഡി ആയോ ഇല്ലയോ ഇവിടെ ബാങ്കിലാണ് ഷഹദ് ഷൂട്ട് നടക്കണേ ഫെഡറൽ ബാങ്ക് ഷഹദ് മിഥുൻ ചേട്ടാ ദുബായിന്ന് എന്തുണ്ട് മിഥുൻ ചേട്ടാ നമ്മുടെ കോഴിക്കോടാണ് സെവൻസ് നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം സുഖമായിട്ടിരിക്കുന്നു നരേഷ് ഇവിടെ വാട്സപ്പ് നോക്കി ചേട്ടാ പക്ഷെ അത് അളിയാ സോറിടാ ഞാൻ നോക്കാട്ടോ അളിയോ എല്ലാ പടങ്ങളും ഉണ്ടല്ലോ താങ്ക് യു ജോവൻ എല്ലാവരും ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു ജന്മദിനം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ജന്മദിനം എല്ലാവരും ചേർന്ന് പറയാം തീർച്ചയായിട്ടും യെസ് ഹാപ്പി ബർത്ത്ഡേ ടു ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള പിണറായി സാർ ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിണറായി സാർ നാളെ പടം പൊളിക്കും ഉറപ്പായും ഞാൻ പോയി കാണും ചേട്ടാ ഞാൻ ചേട്ടൻ്റെ എല്ലാ പടവും വിടാതെ കാണും എല്ലാ പടത്തിലും അല്ല എല്ലാ പടവും താങ്ക് യു സൂപ്പറായിട്ടിരിക്കുന്നു സുഖം ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോൾ പോവാണ് ഇനിയും ലൈവ് വരാൻ പാടാം ഇവിടെ ഷൂട്ടിന് നൈറ്റ് പോവും അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക് യു സോ മച്ച് ഇതുവരെ ഈ പടങ്ങളൊക്കെ തിയേറ്ററിലുണ്ടാവും കട്ടയ്ക്ക് കൂടെ കേട്ടോ ഓക്കെ ബൈ ഒരു ടാറ്റ പറയോ ഇത് ഗൂഢാലോചന ഈ ഗൂഢാലോചനയായിട്ട് ഞങ്ങൾ ഡേറ്റ് ഇപ്പോൾ പറയുന്നില്ല നല്ലൊരു ഫസ്റ്റ് ലുക്ക് വിടാം താങ്ക് യു ബൈ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ